എന്താണ് ഡൂം സ്ക്രോളിംഗ്? ഡൂം സ്ക്രോളിംഗ് എന്ന് പറയുന്നത് നമ്മളുടെ എക്സസീവ് എമൗണ്ട് ഓഫ് ടൈമും നമ്മൾ ഫോണിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും വെബ്സൈറ്റിൽ നമ്മൾ നെഗറ്റീവ് ന്യൂസസ് കാണാൻ വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന ആ ഒരു ആക്ടിനെയാണ് നമ്മൾ ഡൂം സ്ക്രോളിംഗ് എന്ന് പറയുന്നത്. കൂടുതലും ഇത് ഷോർട്ട് ഫോം വീഡിയോസ് ആയിരിക്കും, ലൈക്ക് റീൽസ് അല്ലെങ്കിൽ യൂട്യൂബ് ഷോർട്സ്. അത് നോൺ സ്റ്റോപ്പ് ആയിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ സ്ക്രോൾ ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. 2020 കോവിഡ്-19 പാൻഡമിക്കിന് ശേഷമാണ് ഇത് കൂടുതലും കൂടിയതായിട്ട് നമ്മൾ കാണുന്നത്. 2019 നാഷണൽ അക്കാഡമി ഓഫ് സയൻസസ് നടത്തിയ സ്റ്റഡിയിൽ ഈ ഡൂം സ്ക്രോളിംഗ് വഴി നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനെയും മെൻ്റൽ ഹെൽത്തിനെയും ഒരുപാട് ബാധിക്കും. എന്തുകൊണ്ടാണ് നമുക്ക് ഡൂം സ്ക്രോൾ ചെയ്യാൻ തോന്നുന്നത്? ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് ഹ്യൂമൻ ടെൻഡൻസിയാണ് ബാക്കിയുള്ളവരുടെ ലൈഫിൽ എന്താണ് നടക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട്. ആ ഒരു ടെൻഡൻസി കാരണമായിരിക്കും നമ്മളിങ്ങനെ ഡൂം സ്ക്രോൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ അത് നമ്മളുടെ നല്ല പോലെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നുണ്ട്. അവരുടെ ഹൈലൈറ്റ്സിലാണെങ്കിലും അവരുടെ ഹെഡ്ലൈൻസിലാണെങ്കിലും അവർ കൊടുക്കുമ്പോൾ അവർ കുറച്ചും കൂടെ ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്യൂരിയോസിറ്റി തരുന്ന ഹെഡ്ലൈൻസ് ആയിരിക്കും കൂടുതൽ കൊടുക്കുക. ഈ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ നെഗറ്റീവ് ന്യൂസ് അല്ലെങ്കിൽ ഡിസ്ട്രെസ്സിങ് കണ്ടൻറ്റ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് കൊണ്ട് തന്നെ നമ്മളുടെ ആൻസൈറ്റിയും സ്ട്രെസ്സും ഒരുപാട് കൂടും. അതുപോലെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ഇതുപോലത്തെ ന്യൂസും ഡിസ്ട്രെസ്സിങ് ആയിട്ടുള്ള കണ്ടൻറ്റും കണ്ടു കഴിയുമ്പം നമ്മളുടെ ഹോപ്പ്ലെസ്നെസ് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ സാഡ്നെസ് കൂടുകയാണ് ചെയ്യുന്നത്. അത് ഡിപ്രഷനിലോട്ട് വരെ ലീഡ് ചെയ്യാൻ പറ്റുന്ന കാരണമാവാം. ഈ ഡൂം സ്ക്രോളിങ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മളുടെ കാര്യം നമുക്ക് മെയിനായിട്ട് തീർക്കേണ്ട ഗോൾസിനെ ഫോക്കസ് ചെയ്യാണ്ട് നമ്മൾ ഇതുപോലത്തെ നെഗറ്റീവ് കണ്ടൻറ്റിലേക്ക് നമ്മളുടെ ഫോക്കസ് പോയി നമ്മൾക്ക് ഫ്യൂച്ചർ വരെ നമുക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഈ ഫോൺ ഇതുപോലെ നെഗറ്റീവ് കണ്ടൻറ്റ് നമ്മൾ കണ്ടുവരുമ്പോൾ നമ്മളുടെ സ്ട്രെസ്സും ആൻസൈറ്റിയും കൂടും. ആ സ്ട്രെസ്സും ആൻസൈറ്റിയും കാരണം നമുക്ക് സ്ലീപ്പിലേക്ക് അല്ലെങ്കിൽ സ്ലീപ്പ് സൈക്കിളിനെ നമ്മൾ അഫക്റ്റ് ചെയ്യാം. അതുപോലെ ഈ ഫോണിൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് അല്ലെങ്കിൽ ഫോണിൽ ഇങ്ങനെ നെഗറ്റീവ് ആയിട്ടുള്ള കണ്ടൻറ്റ് കാണുന്നതുകൊണ്ട് നമുക്ക് സോഷ്യലി നമ്മൾ ഇൻട്രാക്ഷൻ വളരെയധികം കുറയും. നമ്മളുടെ സോഷ്യലി നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കാൻ ഒരു ബുദ്ധിമുട്ട് കാണിക്കും. അല്ലെങ്കിൽ നമ്മളൊരു ഫാമിലി ഗ്യാതറിങ്ങിൽ നമുക്ക് അവരുമായിട്ട് ഇടപഴകാൻ നമുക്കൊരു ബുദ്ധിമുട്ട്. അതുപോലെ നമ്മൾ മെയിനായിട്ടും കണ്ടുവരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ സെൽഫ് എസ്റ്റീമിലൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് വരികയാണ്. അതായത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടുവരുന്ന ആൾക്കാരുമായിട്ട് നമ്മളെ തന്നെ കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് നമ്മളുടെ സെൽഫ് എസ്റ്റീം, നമ്മളുടെ സെൽഫ് വെർത്ത് ഇതിനെല്ലാം നെഗറ്റീവ്ലി ആയിരിക്കും ഇതിനെയൊക്കെ അഫക്റ്റ് ചെയ്യുന്നത്. എങ്ങനെ നമുക്ക് ഈ ഡൂം സ്ക്രോളിങ്ങിനെ സ്റ്റോപ്പ് ചെയ്യാം? നമ്മൾ ഈ ഡൂം സ്ക്രോളിങ്ങിന് വേണ്ടിയിട്ട് നമ്മളുടെ ഒരു ദിവസത്തിൻ്റെ ഇച്ചിരി പാർട്ട് ലൈക്ക് ഹാഫ് ആൻ അവർ നമ്മളതിനു വേണ്ടി മാറ്റി വയ്ക്കുക. അതിനുവേണ്ടി മാത്രം ആ ഒരു ഹാഫ് ആൻ അവർ മാറ്റി വയ്ക്കുക. അതെപ്പോൾ വേണേ ആവാം, ഒന്നുകിൽ രാവിലെ ആവാം അല്ലെങ്കിൽ വൈകുന്നേരം ആവാം, ഏതെങ്കിലും ഒരു ഇച്ചിരി സമയം. കൂടുതലും നമ്മൾ ഉറക്കത്തിൻ്റെ മുമ്പുള്ള ആ ഒരു ഫോൺ യൂസ് അല്ലെങ്കിൽ ഡൂം സ്ക്രോളിങ് കൂടുതലും കുറയ്ക്കാൻ നോക്കുക. കാരണം അത് നമ്മുടെ സ്ലീപ്പ് ക്വാളിറ്റീനെ അത് അഫക്റ്റ് ചെയ്യും. സോ ഐ ഹോപ്പ് ദിസ് ടോപ്പിക് ഈസ് ക്ലിയർ. താങ്ക് യു.